വേൾഡ് സ്ട്രോക്ക് ഡേയുടെ ഭാഗമായി MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ അതിന് ഇനാഗുറൽ സെഷനാണ് ഇവിടെ നടക്കുന്നത്. സ്വാഗത ഭാഷണത്തിന് വേണ്ടി സീനിയർ റെസിഡന്റ് ന്യൂറോളജി ഡോക്ടർ രേഷ്മ മുഹമ്മദിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എനിക്കിന്നിവിടെ ലഭിച്ചിരിക്കുന്ന കർത്തവ്യം. ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡയറക്ടറും നമ്മുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് HODയുമായ ഫസൽ സാറിന് ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡീൻ സാറിനും ഞാൻ എൻ്റെ പേരിലും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിനോട് അടുത്ത് ഇടപഴകുകയും നമ്മുടെ പേഷ്യൻസിനോടും എല്ലാം വളരെയധികം നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് HODയും പ്രേംകുമാർ സാറിനും പ്രവീൺ സാറിനും എൻ്റെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് HOD മാഡമായ അജിത മാഡത്തിനും ഞാൻ എൻ്റെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. ഇവിടെ ഡയസിലുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും മാഡത്തിനും ഫിസിയോതെറാപ്പി മാഡത്തിനും എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുന്നു. പേഷ്യൻസ് പാർട്ടിസിപ്പൻസിനും ഈ വോക്കത്തോൺ മത്സരത്തിന് വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും എൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. താങ്ക് യു മാം. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സ്ട്രോക്ക് അവയർനെസ് നൽകുന്നതിന് വേണ്ടി ഇവിടെ പ്രിയപ്പെട്ട MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ PM ഫസൽ ഗഫൂർ സാറിനെ വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ അതിഥികളായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ സ്വാഗതം. ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് MES മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുള്ള ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ സുബൈർ, ഡോക്ടർ അശ്വതി, അതേമാതിരി ഞങ്ങളുടെ PG സ്റ്റുഡൻസ്, മറ്റുള്ള ആൻസിലറി സ്റ്റാഫ്, അതേമാതിരി ഇതിൽ പങ്കെടുക്കാനും ഞങ്ങളോട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാനുമായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം. നമുക്കിത് ഇന്നത്തെ ചർച്ച ഞാനൊരു കഥയോടെ തുടങ്ങാം. 1963 എൻ്റെ പിതാവ് ഇംഗ്ലണ്ടിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത് വരികയും കേരളത്തിൽ ആദ്യത്തെ ന്യൂറോളജിസ്റ്റായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമിക്കുകയും ചെയ്ത സമയമാണ്. അദ്ദേഹം ഫ്ലൈറ്റ് കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എൻ്റെ ഉമ്മയുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. കാരണം ഉമ്മയുടെ വല്യച്ഛൻ മക്കാർ പിള്ള എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് രാജാവായിരുന്നു, പുൽത്തൈലം. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. ആ സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹത്തെ ഗഫൂർ ഡോക്ടർ അദ്ദേഹത്തിനെ കൊണ്ടുപോയി കാണിക്കാം എന്നുള്ളതൊക്കെ ഇവരെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട്. അപ്പോൾ അന്നോട്ട് ഞാനത് പറയാനുള്ള കാരണം, ഈ സ്ട്രോക്കുമായിട്ട് അന്ന് സ്ട്രോക്കിന് കാര്യമായിട്ടുള്ള ചികിത്സയൊന്നുമില്ല, ഒരു ചികിത്സയില്ല. പക്ഷെ അന്നും ആസ്പിരിൻ അന്നുണ്ട്. പക്ഷെ അന്ന് CT സ്കാനില്ല, അന്ന് MRI സ്കാനില്ല, അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഡോക്ടർമാർ വെറും അവരുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള നിപുണത കാരണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സ്ട്രോക്കൊക്കെ ഡയഗ്നോസ് ചെയ്തത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് കേസുകൾ എനിക്ക് തന്നെ അറിയാം. ഞാൻ DM എടുത്ത് വരുന്ന കൊല്ലമാണ് CT സ്കാൻ വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളൊന്നും വന്നിട്ടില്ല അത്. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് പല പേഷ്യൻസും വരാറുണ്ട്. അതായത് എനിക്ക് സ്ട്രോക്കാണെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ ശരിക്കും സ്ട്രോക്ക് അല്ല. ഇപ്പോൾ അത് വേറെ സ്കാൻ വന്നതിന് ശേഷം വേറെ ഡയഗ്നോസിസ് വന്നു. ഇത് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, അല്ലെങ്കിൽ ചെറിയ ട്യൂമറുകൾ, മെനിഞ്ചോമ, സബ്ഡ്യൂറൽ ഹെമറ്റോമ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എൻ്റെ ഒരു അനുഭവം പറയാം. രണ്ടാമത്തെ കാര്യം വന്നത്, എൻ്റെ ഉമ്മ നടന്നു പോയിരുന്നു വീട്ടിൽ, എൻ്റെ സഹോദരിയുടെ വീട്ടിൽ തന്നെ നൈറ്റി തട്ടി നിലത്ത് വീണിട്ട് തലക്കടി പറ്റി. ആ തലക്കടി പറ്റിയതിന് ശേഷം CT സ്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാക്കൊരു വശം, അപ്പോൾ അതൊക്കെ ബലക്കുറവ് വന്നു തുടങ്ങി. അങ്ങനെ രണ്ടാമത് പോയിട്ട് ഒരു സ്കാൻ എടുത്തപ്പോൾ സബ്ഡ്യൂറൽ ഹെമറ്റോമ, നമ്മുടെ പ്രേംകുമാർ ഇവിടെ ഇരിക്കുക, സബ്ഡ്യൂറൽ ഹെമറ്റോമ. അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വിശ്വസിച്ചു സബ്ഡ്യൂറൽ ഹെമറ്റോമ അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതും പറഞ്ഞുകൊണ്ട് ഞാൻ തായ്ലൻഡിലോട്ട് എന്തൊരു കോൺഫറൻസിനും പിന്നെയാണ് എന്നെ അറിയിക്കുന്നത് ഉമ്മ വളരെ സീരിയസ് ആയിട്ടുള്ള ഇതിലാണ്.
ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂറോ സർജന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. അത് ട്രീറ്റ് ചെയ്തതിന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രോഗത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, പക്ഷേ രോഗം ബാധിച്ചവരെ ബന്ധുക്കളോടുള്ള നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ശരിയല്ല, രോഗിയോടുള്ള ട്രീറ്റ്മെൻറ്റ് ശരിയല്ല എന്നാണ്. കാരണം ഞാൻ തന്നെ ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. എനിക്ക് ആശുപത്രിയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇത് ഞാൻ പറയാൻ കാരണം, രോഗികളും ബന്ധുക്കളും ഉണ്ടാക്കുന്നവരുള്ള നമ്മളെപ്പോഴും മറ്റേ വശം പറയുള്ളൂ, ഇങ്ങനെ പ്രയാസം ഉണ്ടായി രോഗികളായിട്ട്. പക്ഷേ ഇപ്പുറത്തെ വശം കൂടെ ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് വന്നിട്ട് കയറി കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കയറി കണ്ടോളാൻ പറയും. ഇൻഫെക്ഷനൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ടേ കയറി കണ്ടോളാൻ പറയും. കാരണം പക്ഷെ അത് കയറി കാണാമെന്ന് പറയുമ്പോൾ ഒരു വകയിലെ മൂത്താപ്പ ഒന്നും വന്നാൽ കയറ്റില്ല നമ്മൾ. ഈ ഒരു വകയിലെ എളാപ്പാനെ മൂത്താപ്പാനൊന്നും കയറ്റാൻ പറ്റില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ടുള്ള മക്കൾ അവർ വന്നാൽ കയറിക്കോട്ടെ, അവരവിടെ ഇരുന്നോട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഇൻഫെക്ഷൻ കൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് ഇതൊക്കെ നിങ്ങൾ ബാധിക്കുന്നതാണ്. കാരണം പ്രേം നസീർ ചെറിയൊരു പനിയായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നസീർ കുഴപ്പമൊന്നുമില്ല, നസീർ എടുക്കുക. അപ്പം നസീറിനെ കാണാനായിട്ട് അദ്ദേഹത്തെ ഒരുപാട് പേര് ഒരു നസീറും നമ്മുടെയൊക്കെ ഒരു ഉഴപ്പെന്നല്ല ഒരു ഇതായിട്ടുള്ള സ്വഭാവമാണ്. എന്നായിക്കോട്ടെ നസീർ ആൾക്ക് ഇതായിട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് മീസിൽസ് ഉണ്ടായിരുന്നു, ആരും കണ്ടില്ല. മീസിൽസ് നിന്ന് ജസ്റ്റ് വന്ന മൂന്നാമത്തെ ദിവസം നസീർ ഭയങ്കരമായിട്ട് ഇതൊക്കെ പൊന്തി. നസീറിന് മീസിൽസ് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ബാധിച്ചു. അദ്ദേഹം മരിച്ചു വീണായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന ഈ പശ്ചാത്തലങ്ങൾ ഇതാണ് രോഗിയുടെ ന്യൂറോളജി കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ക്ഷുദ്രം. ഇനി നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ന്യൂറോളജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുരോഗതി ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഉള്ളവർ പറയുമ്പോൾ ഞങ്ങളുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിലുണ്ട്, ഞാൻ അതിലോട്ട് വരാൻ പോകണം. പുരോഗതി എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡയഗ്നോസിസിൽ പുരോഗതി വന്നു. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു CT സ്കാനാണ് ഇതിൻ്റെ അവസാനം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ MRI ഉണ്ടായല്ലേ. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് MRI തലം പോലും MRI എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള MRI ആണോ ആ MRI അനുസരിച്ചിട്ട് സ്ട്രോക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ MRI ടെസ്ല 3 എന്ന് പറയും. ആ ടെസ്ല 3യിൽ നമ്മൾ ടെസ്ല 1.5 കാണാത്ത കാര്യങ്ങൾ കാണുന്നു സ്ട്രോക്ക്. അപ്പോൾ സ്ട്രോക്കിൻ്റെ അത് ഡയഗ്നോസിസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. രണ്ടാമത് സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അതിനും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് വന്നു. പ്രത്യേകിച്ച് യങ് സ്ട്രോക്ക്, ചെറുപ്പക്കാരിൽ വന്നിട്ടുള്ള സ്ട്രോക്ക്, അതായത് 40 ഇപ്പോൾ ചെറുപ്പമൊക്കെ മാറി. കരുണാകരൻ്റെ ഷഷ്ടിപൂർത്തിയെ പറ്റി ആലോചിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷഷ്ടിപൂർത്തി ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് നടത്തേണ്ടതായിട്ട് വന്നിരിക്കുന്നു. അന്ന് ഷഷ്ടിപൂർത്തി ഒരു സംഭവം, ഇപ്പോൾ ഷഷ്ടിപൂർത്തി ഒന്നുമല്ലാന്ന് പിടിയിടുക. ഇപ്പോൾ ഏജ് ഇസ് ഓൺലി എ നമ്പർ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ. അപ്പോൾ ഇതെന്താ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ 45 വയസ്സിന് ചെറിയ മറ്റേ കുറവായിട്ട് വരുന്ന എല്ലാ സ്ട്രോക്കും യങ് സ്ട്രോക്ക്, ചെറുപ്പക്കാരിൽ വരുന്ന സ്ട്രോക്കായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യം, പ്രഷറും പ്രമേഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതല്ലാത്ത ടെസ്റ്റിംഗ് ഒക്കെ വിശദമായിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്യണം. കാരണം നിങ്ങൾ ഈ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇത് വരാനായിട്ടുള്ള സാധ്യത ഉള്ള ഒരു സംഭവമായതുകൊണ്ട് കുട്ടികൾക്കോ കുട്ടികളെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ 40 45 വിശദമായിട്ടുള്ള ടെസ്റ്റിംഗ് നമ്മൾ നടത്തണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. പ്രത്യേകിച്ച് കാർഡിയാക് ടെസ്റ്റിംഗ്, ഹൃദ്രോഗങ്ങളെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, സ്ഥിരം നമുക്ക് ഉണ്ടാകുന്ന ഒരു തർക്കം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാർഡിയാക് ഡോക്ടറെ കാണുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒന്നാണ്. രണ്ടിൻ്റെയും ചികിത്സ, ഹാർട്ടിൻ്റെ രോഗത്തിൻ്റെ ചികിത്സ, ഇതിൻ്റെ ചികിത്സയും അതിൻ്റെ ആൻജിയോപ്ലാസ്റ്റിയും കാര്യങ്ങളും വരെ ഒരേ മാതിരിയായിട്ട് നിൽക്കുന്നു. ആൻജിയോഗ്രാം ചെയ്തുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ഇവിടെ നടത്തുന്നതിന് പകരം നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ഇവിടെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചികിത്സ, സ്ട്രോക്കിൻ്റെ ചികിത്സയും കാർഡിയാക്ക് ചികിത്സയും ഏകദേശം ഒരേ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, പിന്നെ പുതിയ മരുന്നുകൾ വരുന്നുണ്ട് സ്ട്രോക്ക് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവരിൽ വീണ്ടും വരാതിരിക്കാനും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് നമ്മുടെ സ്ഥിതി ചെയ്യുന്നത്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോക്കിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തണം. ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് ഒരു പോരാട്ടത്തിനാണ്. നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വല്യച്ഛനെ കാണാൻ പോയി എന്ന് പറഞ്ഞല്ലോ, വല്യച്ഛൻ പിന്നെ 20-25 കൊല്ലം ജീവിച്ചു. അപ്പോൾ സ്ട്രോക്ക് രോഗികളെ മനസ്സിലാക്കേണ്ടത് അവർ
വർഷങ്ങളോളം പിന്നെയും ജീവിക്കും, ഒരു വർഷമൊന്നും ഉണ്ടാവില്ല. അവർ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം മറ്റു വർഷ സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് പലപ്പോഴും ഉണ്ട്, ഈ ഡോക്ടർമാരെ കാണാൻ വരുമ്പോൾ ഇവർ പറയും, ഇതേ മരുന്നിനാണല്ലോ ഇവർ എഴുതുന്നത്, ഇതേ മരുന്ന് തന്നെ എഴുതുന്നു, ഇതേ ഫിസിയോതെറപ്പി തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ആയുർവേദമോ, അല്ലെങ്കിൽ ഞാൻ ആയുർവേദത്തിനെ കുറ്റം പറയാനില്ല, എന്താ വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ഞങ്ങളുടെ അഭിപ്രായത്തെപ്പറ്റി സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആയുർവേദത്തിന് പോയിക്കോ, നിങ്ങൾ എന്ത് വേദത്തിന് വേണമെങ്കിൽ പോയിക്കോ, ഒറിജിനൽ വേദം എടുത്ത് നിങ്ങൾ ചൊല്ലിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മരുന്ന് നിർത്താൻ പാടില്ല. ഞങ്ങൾ എഴുതി തന്നിട്ടുള്ള മരുന്നുകൾ നിർത്താൻ പറ്റുന്നു. ഇനി ഞങ്ങൾ എഴുതി തരുന്ന മരുന്നിനെ പറ്റിയിട്ട് ഞങ്ങളെപ്പറ്റി അഭിപ്രായം വേറൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ടോന്നേ, വേറൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ടോ, അദ്ദേഹത്തിന് പുതിയതായിട്ട് വല്ലതും പറയാനുണ്ടോ? പക്ഷേ ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം, ഒരുപാട് പ്രശ്നങ്ങൾ സ്ട്രോക്കിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമ്മൾ കണക്കാക്കാതിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് സ്കെലിറ്റൽ സിസ്റ്റത്തിൽ വരുന്ന വ്യത്യാസം, എല്ലിന്, കാരണം നമ്മുടെ വെയിറ്റ് ഒരു ഭാഗത്തോട്ട് ടിൽറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ പേശികളിൽ വരുന്ന മുറുക്കം, അത് ഞരമ്പ് തകരാറ് കൊണ്ട് പേശികളിൽ, അതാണ് ഏറ്റവും വലിയ ശല്യം. ഇപ്പോൾ നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് ഉണ്ട്, അതായത് ഏറ്റവും പവർ എന്ന് പറഞ്ഞാൽ 5/5 പവർ, അതായത് ഫുൾ പവറുള്ള പേഷ്യൻ്റ്, നടക്കാൻ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ കൈ ഉപയോഗിക്കാനായിട്ടുള്ള പ്രയാസമുണ്ട്. ആ പ്രയാസം ഉപയോഗിക്കുന്നതൊന്നും വലിയ ഫലമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ കുറച്ച് ദിവസം ഇത് ചെയ്തിട്ട് ഞാൻ അടുത്ത് മാത്രമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പഠനം നടക്കുന്നത്. അതാരാണ് ചെയ്യുന്നത്? അരുണ അതോ റെഡ്ഡിയോ? അതായത് നമുക്ക് ഏറ്റവും ഡേഞ്ചർ പറ്റുന്ന ഷോൾഡർ ജോയിൻറ്റിനാണ്. ഈ കെണിപ്പിന്, നിങ്ങളിവിടെ കെണിപ്പ് എന്നാണ് വിചാരിക്കുന്നത്, എന്താ കെണിപ്പ്? ഈ കെണിപ്പിനാണ്. അപ്പോൾ ഈ കെണിപ്പ് തൂങ്ങിപ്പോവും. അതായത് തൂങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കൂടെ ബാലൻസിലൊരു വ്യത്യാസം പറഞ്ഞാൽ ഈ കൈയും ആ കൈയും കൂടെ. അപ്പോൾ ഇത് പതുക്കെ തൂങ്ങിയിട്ട് അത് ജോയിൻറ്റിൽ നിന്ന് ഇളകിപ്പോയി. ഇതൊന്നും തിരിച്ചറിയുന്നില്ല ആൾക്കാർ. കാരണം അവരേതായാലും ഒരു ഭാഗം കുഴഞ്ഞു പോയതല്ലേ എന്നുള്ള നിലക്ക് അവർ വിട്ടുപോകുന്നു. രണ്ടാമത് ഈ ഞരമ്പുകൾ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഇതിൽ കുടുങ്ങിപ്പോകും. അപ്പോൾ അതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ വന്ന ഉടനെ തന്നെ പേഷ്യൻറ്റും നമ്മളും പറയണ പഴയമാർ തന്നെ എന്ന് പറയും. അപ്പോൾ അത് രണ്ടാമത് വരുന്നു. അതുമാതിരി ഒരുപാട് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഒരുപാട് വരുന്നു. പിന്നെ നേരെ പറഞ്ഞ ഏറ്റവും വലിയ സ്ട്രോക്കിലുള്ള വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിഷാദ രോഗം, ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ വരുമ്പോൾ കുഴച്ചിൽ എന്നൊക്കെ പറയാം. തീരാവതില്ല, കുഴച്ചിൽ, വീക്ക്നെസ്, ബലക്കുറവ് എന്നൊക്കെ പറഞ്ഞത്. അത് ബലക്കുറവൊന്നും അല്ലാന്നേ, അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ്. ആ മാനസികാവസ്ഥയെ നമ്മൾ രോഗമായിട്ട് കാണേണ്ട ആവശ്യമില്ല, അതൊരു അവസ്ഥയാണ്. കാരണം വേറെ കാര്യത്തിൽ സൈക്യാട്രിയിൽ വന്നാൽ അത് രോഗമായിട്ട് എടുക്കുന്നു. ഇതല്ലല്ലോ. കാരണം ഓൾറെഡി ഒരു ഗ്രീഫ് സിറ്റുവേഷൻ അവിടെ ഉണ്ട്, അതായത് വിഷാദം ഉണ്ടാക്കുന്ന. അതിനെ നിങ്ങൾ കാര്യമായിട്ട് തന്നെ കണക്കിലെടുക്കണം. അല്ലാതെ രോഗി അവിടെ കിടക്കുന്നുണ്ട് എന്നും അതുകൊണ്ടുള്ള രീതിയിൽ. പിന്നത്തെ കാര്യം, കൂട്ടായ്മകൾ വളരെ ഇമ്പോർട്ടൻ്റ്. കൂട്ടായ്മ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും കൂട്ടായ്മ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഞാൻ മാത്രമല്ലല്ലോ ദുഃഖിതൻ, എന്നെപ്പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതേമാതിരി ദുഃഖിതരായിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയിലെ വലിയ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എല്ലാവരും ചേരുക. അതേമാതിരി തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ പരിപാടി ഉണ്ടല്ലോ അല്ലേ, അതായത് ഇവരെന്തോ ഒരു പേരിട്ടെന്താണ്, നമ്മുടെ പാരാ ഒളിമ്പിക്സിനായിരുന്നു. ഒളിമ്പിക്സ് ഉണ്ട്, പിന്നെ പാരാ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ഒളിമ്പിക്സാണ്. ആ ഒളിമ്പിക്സ് മാതിരി അതിൻ്റെ ഒരു ചെറിയൊരു രൂപത്തിലുള്ള ഒരു പരിപാടി നമ്മളിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനിയും തുടരും. അതായത് ഇതിപ്പോൾ ഒരു ഇത് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ, എന്താ പേര്, വാക്കിംഗ് കോമ്പറ്റീഷൻ ആണ് തുടങ്ങിയിട്ടുള്ളത്. ആ വാക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന അത് വേറെ ഉണ്ട്. വാക്കിംഗ് അല്ലാത്തതും പലതും ഉണ്ടല്ലോ. കാരണം ഉദാഹരണം ചെസ്സ് കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിടിയിട്ട് അങ്ങനെയുള്ള പല കോമ്പറ്റീഷൻസും കാര്യം അത് സ്ഥിരമായിട്ട് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്യും. കാരണം അവർ പല കാര്യങ്ങളിൽ ഇപ്പം എല്ലാത്തിനും
എന്താ നമ്മൾ പറയാ, എന്തിനാണ് ഇപ്പോൾ സ്പീച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കൂടെ കൂടുതൽ പറയാം. സ്പീച്ചിനെ പറ്റി പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് വലിയൊരു സംഭവം വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഭാഷയെ പറ്റിയിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ പഴയ കാലത്തുള്ള ഭാഷയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് മറ്റേ അക്ഷരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭാഷ എന്നുള്ളതാണ്. അക്ഷരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭാഷ, വെർബൽ ആയിട്ടുള്ള ഗ്രാമർ, വെർബൽ ഇതൊക്കെ ആയിട്ടുള്ള, അതിൽ നിന്നൊക്കെ മാറിയിട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞു. ചെറിയ കഥയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു പേഷ്യൻ്റ് എന്നെ കാണാൻ പോകും. അപ്പോൾ പേഷ്യൻറ്റും ഭാര്യയും കൂടെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള വിജീസിനറിയാതെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠിത്തമൊന്നും ഇതിന് ശരിയാവില്ല. ഇതിനൊക്കെ ഒരു ടെക്നിക്കുകളുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ സാധാരണ ഉദാഹരണം ഞങ്ങളുടെ പുസ്തകത്തിൽ പറയണത്, ഭാഷ പഠിക്കാനായിട്ട് പറയണത് ചക്രവർത്തി രാജഗോപാലാചാരി എന്നാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ചക്രവർത്തിനെ പറ്റിയിട്ടല്ലേ അറിയുള്ളൂ. ചക്രവർത്തി രാജഗോപാലാചാരിയെ പറ്റി അവർക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങളത് മാറ്റിയിട്ട് പാണക്കാട് തങ്ങളാക്കി. പാണക്കാട് തങ്ങളെന്ന് പറയും, പാണക്കാട് ശിഹാബ് തങ്ങളെന്ന് പറയുമ്പോൾ അയാൾ കറക്റ്റായിട്ട് പറയും. കാരണം അയാളുടെ മെമ്മറിയിൽ അതല്ലേ കൂടുതലുള്ളത്. അതേമാതിരി ഞങ്ങൾ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ സ്ഥിരം ചോദിക്കാറുള്ള എന്താ വെച്ചാൽ, ഞങ്ങൾ കുലു അല്ലാഹു അഹദ് ഓതുന്നു. ഒരു ചെറിയൊരു ഇത്. കാരണം ജനഗണമനയിൽ നമുക്ക് പ്രശ്നമുണ്ടെന്ന്. ആദ്യം പേർക്ക് ജനഗണമനയൊന്നും അറിയില്ല. മോഡി അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ആൾക്കാർക്കൊന്നും ജനഗണമനയൊന്നും അറിയില്ല. ഇവിടെ അല്ല, എവിടെ അറിയില്ല. അവർ ആ സമയത്ത് പോയിട്ട് ജനഗണമന കൂട്ടത്തിൽ നിന്നിട്ട് വായ കൊണ്ട് ഒരു മറ്റേ നമ്മൾ പറഞ്ഞ പ്രേം നസീർ ഡബ്ബിങ് ചെയ്യണമാതിരി അവിടെ പോയി നിന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കും. വായ കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ കുലു അല്ലാഹു അഹദ്. അപ്പോൾ വലിയ വ്യത്യാസമാണ് വരുന്നില്ലേ. എല്ലാം PGസിന് അറിയാം എൻ്റെ കൂടെ ഉള്ള ഒരു വ്യത്യാസം. അങ്ങനെ ഒരു ചങ്ങായി എന്നെ കാണാൻ വരുന്നു. ആ ചങ്ങായി വന്നിട്ട് ഇത് ഞാൻ ചോദിച്ചു, ഇയാൾ കുലു അല്ലാഹു അഹദ് അല്ലടോ, അയാൾ കമ്മ്യൂണിസ്റ്റായിരുന്നു. അപ്പോൾ എന്ത് കുടുങ്ങിയില്ലേ. പിന്നെ ഇയാൾ എന്ത് പാടും, അല്ലെങ്കിൽ ഇയാൾ എന്ത് കേൾക്കും. കാരണം ഞാനിത് മ്യൂസിക്കിലൂടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മ്യൂസിക് ഇസ് എംബഡഡ് ഇൻ ദ ബ്രെയിൻ. അത് മാത്രമല്ല, അയാൾക്ക് എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മ്യൂസിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അയാൾ പോയിട്ട് ആർത്തർ ഹെയ്ലി വായിക്കണ്ടോ, മഹാഭാരതം വായിച്ചിട്ടുണ്ടോ, ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അയാളുടെ മ്യൂസിക്കിലൂടെ. അപ്പോൾ ഇയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞു, അയാൾ മുഹമ്മദ് റഫിയുടെ പാട്ട് വലിയ ആരാധനയാണ്. അപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുന്ന ഒരു മുഹമ്മദ് റഫിയുടെ പാട്ട് പാടുമെന്ന് വെച്ചു. നിങ്ങൾ വിശ്വസിക്കില്ല, 0 സ്പീച്ച് ഉണ്ടായിരുന്ന വ്യക്തി പക്കയായിട്ട് മുഹമ്മദ് റഫിയുടെ പാട്ട് പാടി. 0 ആണ് സ്പീച്ച്. അവിടുന്ന് മുഹമ്മദ് റഫിയുടെ പാട്ട് പാടി. അത് ഇനി അടുത്ത വിറ്റ് വരാൻ പോകുന്നു. അടുത്ത വരവ് വന്നപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ പാടുന്നതായിട്ട്. അപ്പോൾ അത് ഇയാളെ കേൾപ്പിച്ചു കൊടുത്തു. ഇയാളെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ഇതേതോ തല്ലിപ്പൊളി പാടുന്നതാണത്, ഇത് മുഹമ്മദ് റഫി ഒന്നുമല്ല എന്നയാൾ. അതുവരെ സംസാരിക്കാതിരിക്കുന്ന ആള് മുഹമ്മദ് റഫി അല്ല പാടുന്നത് എന്നുള്ള കാര്യം അയാൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്. നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട. പുതിയതായിട്ടൊരു കാര്യം പഠിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത്, സ്പീച്ചിൽ പ്രൊഫഷണലുള്ളവർ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള എന്താണ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ. അത് റിഹേഴ്സ് ചെയ്യുക. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലിയാമ്പൽ കടവില ഞരക്ക് വെള്ളം നന്നാവും മനസ്സിലായില്ല. പക്ഷെ ആ അമ്മായി എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഉദാഹരണം, നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടെങ്കിൽ മഹാഭാരതത്തിലെ ആദിപർവം, മഹാപ്രസ്ഥാനം വായിക്കുക. വീണ്ടും നിങ്ങൾ ബൈബിളാണ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജെനസിസ് വായിക്കുക. നിങ്ങൾ ഖുറാനാണ് വായിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സൂറത്ത് വായിക്കുക. ഉടനെ പോയിട്ട് സൂറത്തുൽ നിസയും മറിയമൊന്നും വായിക്കാൻ നിൽക്കണ്ട. അത് പരിയോഗിച്ചിട്ട് ഡിസ്കണക്റ്റ് ആയി പോകും. അപ്പോൾ സ്പീച്ച് ഈ ഭാഷയിലുള്ള പ്രശ്നം അതൊരു കാര്യപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് ഒക്കെയാണ് നമ്മളേതായാലും അതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം. മ്യൂസിക് തെറപ്പി കൊണ്ടുവന്നിട്ടുണ്ടതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പുതിയ തെറപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലോട്ട് നിങ്ങളെ പോകണില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഫിസിയോതെറപ്പിയെ പറ്റിയിട്ടും കൂടെ പറഞ്ഞുകൊണ്ട്, പൊതുവേ ആൾക്കാർക്കൊരു ധാരണയുണ്ട് ഫിസിയോതെറപ്പി എന്താ. അതിന് കുറച്ച് ഫിസിയോതെറപ്പിസ്റ്റുകൾ അതിന് കാരണക്കാരാ. അവർ പോയിട്ട് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും അങ്ങനെയല്ല. അത് അവർ പറഞ്ഞു കൊടുക്കണം. അതിനെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിസിയാട്രിസ്റ്റിൻ്റെ മുകളിലൊക്കെ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് കയറിയിരിക്കും. അതൊന്നും ശരിയല്ല. കാരണം ഫിസിയോതെറപ്പിസ്റ്റിന് ഇത്രയൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെന്നുള്ളത്. എന്താണ് നിങ്ങളുടെ ലിമിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ഡിഗ്രി ഉണ്ടല്ലോ. ആ ഡിഗ്രി പിന്നെ എന്തിനാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഡിഗ്രി ഉള്ളപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം എൻ്റെ അഭിപ്രായത്തിൽ പോയിട്ട് ഫിസിയോതെറപ്പി തന്നെ ചെയ്യാൻ പാടുള്ളൂ. മറ്റെന്താ പറയുക, അവിടെ പോയിട്ട്
കുറേ ദിവസം ഫിസിയോതെറാപ്പി ചെയ്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയാലല്ല. ഇതിൻ്റെ ബേസിക് പ്രശ്നം അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാക്കലല്ല. ഇതിൻ്റെ ബേസിക് പ്രശ്നം ബ്രെയിനിലോട്ട് പോണ സിഗ്നലാണ്. അതായത് പുതിയതായിട്ട് അവർ പറയുന്നത് വെർച്വൽ റിയാലിറ്റി. അതായത് നിങ്ങൾ കാർ ഓടിക്കണ മാതിരി ചിന്തിക്കുക. ഒരു ഹെമിപ്ലീജി ഉള്ള ഒരു പേഷ്യൻറ്റ്, പക്ഷപാതമുള്ള പേഷ്യൻറ്റ് കാർ ഓടിക്കണ മാതിരി ചിന്തിക്കുക. അപ്പോൾ ആ വളവെന്ന് വേറെ കാർ വരുമ്പോൾ വലത്ത് കാലിലാണ് വീഴുന്നത്, ബ്രേക്ക് ഔട്ടുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബ്രെയിനിൽ ഒരു സിഗ്നൽ പോകും ബ്രേക്ക് ഔട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ട്, അതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള ഫിസിയോതെറപ്പി. അപ്പോൾ ഇത് ഇത്രയും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ അല്ലിയാമ്പൽ കടവ് അങ്ങനെ തന്നെ. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അല്ലിയാമ്പൽ കടവിൻ്റെ പകുതി വെച്ചിട്ട് നിർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഇത് പുറത്തോട്ട് വരും. അപ്പോൾ അത് ഇങ്ങനെ റീഎൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിടിയിട്ടില്ലേ? റീഎൻഫോഴ്സ് ചെയ്ത് വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ തീർച്ചയായിട്ടും ഇതുണ്ടാവും. അപ്പോൾ ഫിസിയോതെറപ്പി ലോകത്ത് എന്താണ് നടക്കണമെന്ന് കൂടി നിങ്ങൾ പഠിക്കണം. കാരണം ചിലപ്പോൾ MES മെഡിക്കൽ കോളേജിൽ അത്ര വലിയ ആധുനികമായിട്ടുള്ള ഫിസിയോതെറപ്പി സെറ്റപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ പല പുതിയ സെൻറ്ററുകളും വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറപ്പി ചെയ്യുന്ന സെൻറ്ററുകൾ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ബ്രെയിനിൽ നിന്നൊരു സിഗ്നൽ വരണം. ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ നിന്നൊരു പുലി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ എന്താ പറഞ്ഞാൽ ഓടിക്കളയാൻ. അപ്പം ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വരും. ആ മൂവ്മെൻറ്റ് അപ്പം ഫലിക്കൂല, മനസ്സിലല്ലേ? കാരണം അതിനുള്ള പവറില്ല. പക്ഷെ അതങ്ങനെ ട്രെയിൻ ചെയ്ത് ബ്രെയിൻ സിഗ്നലുകളിലൂടെയാണ് ഇത് വരുന്നത്. അല്ലാതെ ഫിസിക്കലായിട്ട് ആകെ വരുന്നത് സ്പാസ്റ്റിസിറ്റിയുടെ കാര്യത്തിൽ മാത്രമുള്ളൂ. മറ്റതെല്ലാം ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നലുകളാണ്. അപ്പോൾ അതിനുള്ള പല പുതിയ ഇതും വന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അതെല്ലാം വളരെ വില കോസ്റ്റ്ലി ആയിട്ടുള്ള വിലയേറിയുള്ള സാമഗ്രികളായതുകൊണ്ട് ഇപ്പോൾ ഉടനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാലക്രമേണ MRI സ്കാനിൻ്റെ വില കുറഞ്ഞു വന്ന മാതിരി തന്നെ അതേമാതിരി ഇതുമാതിരിയുള്ള എക്യുപ്മെൻറ്റുകളുടെയൊക്കെ വില കുറഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും അത് ഏത് സമയത്തും നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണം ബ്രെയിനിൻ്റെ റിസർവ് എത്രയാണ്. മറ്റേ നമ്മുടെ തലച്ചോറിൻ്റെ 10% നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? 10 നമ്മൾ ഉപയോഗിക്കുന്നത് മാഡയുടെ 10% യൂസ് ചെയ്യണം. മലയാളികൾ 5% യൂസ് ചെയ്യണുള്ളൂ. കാരണം ബാക്കി 5% അന്തിച്ചർച്ച കാണാൻ വേണ്ടിയിട്ട്, പിന്നെ രാത്രി അവർ നമ്മൾ തലൂടെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കണം 8 മണി തൊട്ട് ഏഷ്യാനെറ്റ്. അപ്പോൾ അല്ലാതെ ബുദ്ധി ഉണ്ടാക്കണമായിരുന്നു അതിലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇതാവണം വെച്ചാൽ കൂടുതൽ വായിക്കുക, കൂടുതൽ കാണുക. TV നിന്ന് കണ്ടാൽ മതി. നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ കാണുക. നിങ്ങൾ കൂടുതൽ പാടുക. നിങ്ങൾ കൂടുതൽ സാമൂഹികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുക. അതിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റുകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചാർട്ട് ഔട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരൊക്കെ ഇനിയും അല്ല, ഇവിടെ ഒറ്റ കാണലോടുകൂടിയിട്ട് അല്ല, അവർക്കായിട്ട് അവരുടെ സ്പെഷ്യൽ നീഡ്സ് കണക്കിലെടുക്കണം. പാരാളിമ്പിക്സ് അങ്ങനെയാണല്ലോ. നീന്താൻ പറ്റുന്നവർ നീന്തും, നടക്കാൻ പറ്റുന്നവർ നടക്കും, ഓടാൻ പറ്റുന്നവർ ഓടും, സംസാരിക്കാൻ പറ്റുന്നവർ സംസാരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ കൂടി ആവിഷ്കരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു. നമ്മുടെ സ്ട്രോക്ക് ഡേയുമായി സംബന്ധിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഗായത്രി മനോജ് ആൻഡ് ലക്ഷ്മി വിശ്വാനന്ദൻ എന്നിവരെ പ്രൈസ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PA ഫസൽ ഗഫൂർ സാറാണ്. ഇരുവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നല്ലൊരു സപ്പോർട്ട് കൊടുക്കണേ. അതിപ്പോൾ എല്ലാവരും ക്വിസ്സാണ്. ഞാൻ എന്തെങ്കിലും ക്വിസ് ചോദിക്കുക. അതായത് പക്ഷപാതം വന്നിട്ടും തൻ്റെ രാജ്യത്തിൻ്റെ നേതാവായി മരണം വരെ തുടർന്ന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷപാതം വന്ന് കിടപ്പിലായിട്ട് കൂടി തൻ്റെ രാജ്യം ഭരിച്ച മഹൽ വ്യക്തി ആരാണ്? ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് മൊത്തം കിടപ്പിലായിപ്പോയി. അല്ല, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ലേ? അത് പാർട്ടിയുടെ ശക്തമല്ലേ? ആരാ? മറന്നുപോയി. ഓക്കെ ശരി. അത് വേറെ ആരല്ല, VI ലെനിൻ. ആ പ്രൈസ് കൊടുത്തേക്കാന്നേ. ഇവിടെ നോട്ട് ആരാണ്? അവരെ കൂട്ടത്തിൽപ്പെട്ടവരോ അല്ലാത്ത സഹാക്കളെന്ന് നമ്മൾ നിശ്ചയം ചെയ്യില്ല. ആ കൂട്ടത്തിൽപ്പെട്ട സഹാക്കളുള്ളൂ. അടുത്ത ചോദ്യം കൂടെ ചോദിക്കുക, അതിനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇന്ത്യയിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, സ്ട്രോക്ക് മാത്രമല്ല അദ്ദേഹത്തിന് അഫേസ്യ വന്നു. അങ്ങോട്ട് പറയണമെന്ന് മനസ്സിലാവില്ല, ഇങ്ങോട്ട് പറയണമെന്ന് തിരിയണമില്ല. ആ വ്യക്തി ആരാണ്?
ജോർജ് ഫെർണാണ്ടസ്. ഏ? ജോർജ് ഫെർണാണ്ടസ്. അല്ലല്ല, അയാൾക്ക് ഡിമെൻഷ്യ വന്നു ആക്ച്വലി. അവസാനം ജയ ജേറ്റ്ലിയാ ജോർജ് ഫെർണാണ്ടസിനെ നോക്കിയിരുന്നു. സ്ട്രോക്ക് കൊണ്ടല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള അഫേസിക് സ്ട്രൈക്ക് ഓഫ് ശൈലിയിലുള്ള സ്ട്രോക്ക് വേണ്ട. അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നീട് മുഖ്യമന്ത്രി ആരായിരിക്കും പറഞ്ഞോ? അതായത് ഞാൻ പറയാൻ കാരണം ഓരോരുത്തരുടെ വിൽ പവറാണ്. അവർക്ക് ഈ സ്ട്രോക്ക് വന്നിട്ടും VI ലെനിനായാലും ഞാൻ ഈ പറഞ്ഞ വ്യക്തിയായാലും ആ രാജ്യം ഭരിച്ചിരുന്നു എന്നുള്ളത് ആരും പറയാനില്ലേ? ആരാ പറഞ്ഞ? MGR ആണ്. അതേനേ വിളി. MGRന് സ്ട്രോക്ക് വന്നതിന് ശേഷം അഫേസ് അങ്ങോട്ട് പറയണം മനസ്സിലാവില്ല, ഇങ്ങോട്ട് പറയണം മനസ്സിലാവില്ല. അങ്ങനെ നരേന്ദ്രൻ മൂപ്പരത്ത് പോയി പറഞ്ഞ് പ്രൊഫസർ ഓഫ് ഓൾ മെഡിക്കൽ കോളേജ് ഓഫ് തമിഴ്നാട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇയാൾ MGR നരേന്ദ്രനോട് പറഞ്ഞു. നരേന്ദ്രനോട് പറഞ്ഞിട്ടൊന്നുമില്ല. നരേന്ദ്രൻ മനസ്സിലായി, ന്യൂറോ സർജൻ നരേന്ദ്രൻ. നിങ്ങളല്ലേ പഹേർ. താങ്ക് യു സർ. നമ്മുടെ ഗിസ് കോമ്പറ്റീഷനിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഷബീബ് ഷാ ആൻഡ് നിഹല സലീൽ. ട്രോഫി നൽകുന്നത് ഗിരീഷ് രാജ് സാറാണ്. ട്രോഫി നൽകുന്നത് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 3rd പ്രൈസ് നേടിയിരിക്കുന്നത് ഫഹീദ് മുഹമ്മദ് ആൻ ഫാരിൻ അഷ്റഫ്. ട്രോഫി നൽകുന്നത് മെഡിക്കൽ സൂപ്രണ്ട് സാജിദ് സാറാണ്. സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്റ്റുഡൻസിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു സർ. വേൾഡ് സ്ട്രോക്ക് ഡേയുമായി ബന്ധപ്പെട്ട് നടത്തിയ റീൽസ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് SISU ടീമാണ്. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനം 3 ടീമുകളാണ് 2ാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത്. അതിലൊന്ന് ഇഫ ആൻഡ് ഹൗലറ്റ്സ്, 2ാമത് ടീം ന്യൂറോ ഫിസിയോളജി, 3ാമത് മേഘ്ന ആൻഡ് ഐഷ സലീം. ട്രോഫി നൽകുന്നത് നമ്മുടെ സൈക്യാട്രി HOD മാം അജിത മാം ആണ്. ആദരവോടെ മാഡത്തിനെ ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. നമ്മുടെ ഇനാഗുറൽ സെഷന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ അരുൺ പ്രണവിനെ, സീനിയർ റെസിഡന്റ് ന്യൂറോളജി ഡോക്ടർ അരുൺ പ്രണവിനെ ക്ഷണിക്കുന്നു. We thank everybody for coming here, and I would like to extend my heartfelt thanks to esteemed Professor and HOD Dr. Fazal sir for making this event and observing the stroke month with much success. We also thank all the participants in the reels and those who attended the quiz. It was a wonderful session. We also thank all the patients who have come, and the walking marathon is about to start after this. So also I like to mention thanks to all the professors and HOD who have come to attend this stroke meeting. And we also thank especially our management team, marketing team, and the cinematographer, videographer for their presence. We also thank Hussein Master, who has made much efforts to bring all the patients here. Once again, thank you all. We shall observe this World Stroke Day and be more aware of the stroke symptoms, and together we can be greater than stroke. Thank you. താങ്ക് യു സോ മച്ച്. നമ്മുടെ വാക്കത്തോണിൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷന് 5 പേരാണ് ഫസ്റ്റ് കോമ്പറ്റീഷന് ഇവിടെ റെഡിയായി നിൽക്കുന്നത്. വാക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടി 5 പേര് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. സ്ട്രോക്ക് ഡേയുടെ ഭാഗമായി നടത്തപ്പെടുന്ന വാക്കത്തോണിൽ വാക്കിംഗ് കോമ്പറ്റീഷനിൽ 5 പേര് ഇവിടെ മത്സരിക്കുകയാണ്. സ്റ്റുഡൻസ് എല്ലാവരും സപ്പോർട്ടും കൊടുക്കണമെന്ന് അറിയിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവരുടെ വിജയം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്റ്റുഡൻസ് നല്ല സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. വാക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ട്രാക്കിൽ 6 പേരാണ് അണിനിരക്കുന്നത്. വാക്കിംഗ് കോമ്പറ്റീഷൻ്റെ 3ാമത്തെ റൗണ്ടാണ്. ട്രാക്കിൽ 6 പേര് റെഡി ആയിരിക്കുന്നു.
വാക്കിംഗ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 4ാമത്തെ റൗണ്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ട്രാക്കിൽ അപ്പ് 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 ഈ പേര് വിളിക്കുന്ന ആളുകൾ 1-2 സ്ഥാനങ്ങൾ ലഭിച്ചവരാണ്. അവർ നമ്മുടെ ട്രാക്കിലേക്ക് വന്ന് ഫൈനൽ റൗണ്ടിന് വേണ്ടി സജ്ജമാവണമെന്ന് അറിയിക്കുന്നു. സാജിദ, ശൈലജ, ഉസ്മാൻ, ദിജേഷ്, സുരേഷ്, വേലായുധൻ, മണികണ്ഠൻ, ചാമി, മുഹമ്മദ്, എൽസി, സുമിത. ഈ പേര് വിളിച്ച ആളുകൾ up 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 ഉസ്മാൻ, ദിജേഷ്, സുരേഷ്, വേലായുധൻ, സാമി, മുഹമ്മദ് എന്ന ഈ പേര് പറഞ്ഞ ആളുകളാണ് ഫൈനൽ റൗണ്ടിൽ 2ാമത്തെ സ്റ്റേജിൽ മത്സരിക്കുന്നത്. ഓഡിയൻസ് റെഡിയാണ്. നമ്മുടെ ഈ കോമ്പറ്റീഷനിൽ അവസാന റൗണ്ട് മത്സരമാണ്. നല്ല കയ്യടി കൊടുക്കണം, നല്ല സപ്പോർട്ട് കൊടുക്കണം. up 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 ഇവിടെ കോമ്പറ്റീഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇവർക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇനി നടക്കുന്നത്. ആ സമ്മാനദാന ചടങ്ങ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓഡിയൻസ് പോകാവൂ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ചാമി എന്ന വ്യക്തിക്കാണ് ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കണം. നല്ല ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ട്രാക്കിൽ അദ്ദേഹം വാശിയേറിയൊരു പോരാട്ടം കാഴ്ചവെച്ചത്. വാക്കിംഗ് കോമ്പറ്റീഷനിൽ ഫീമെയിൽ വിഭാഗത്തിൽ 1ാം സ്ഥാനം സാജിദ, 2ാം സ്ഥാനം എൽസി, 3ാം സ്ഥാനം ശൈലജ. ക്യാഷ് പ്രൈസ് മൊമെന്റോ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. വാക്കിംഗ് കോമ്പറ്റീഷനിൽ മെയിൽ കാറ്റഗറിയിൽ 1 മണികണ്ഠൻ, 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഉസ്മാൻ, 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് വേലായുധൻ. ക്യാഷ് പ്രൈസ് മൊമെന്റോ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു.